ഹായ് ഡിയേഴ്സ്, ടേസ്റ്റ് ആഫ്രിക്ക വിത്ത് ആശയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാ കേട്ടോ. കുറച്ച് റീപോർട്ട് ചെയ്യാനുണ്ട്, കുറച്ച് ചെടികളൊക്കെ എടുത്ത് കളയാനുണ്ട്. ഞാൻ കാണിക്കാവേ, നോക്കിക്കോ. അതെ, എല്ലാം കുറേ ചെടികളൊക്കെ എനിക്ക് ചീത്തയായി പോയി. കാര്യം ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ചൊക്കെ റീപോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ വേഗത്തിൽ ചെയ്യുന്നതിന് ഒരു കാര്യമുണ്ട്. അത് ഞാൻ പതിയെ പറയാം, അടുത്ത വീഡിയോയിലൊക്കെ ആക്കിയിട്ട് പറയാം. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. എന്നിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്യണം. പിന്നെ ഇതെല്ലാം ഒരുമാതിരി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാം നമ്മുടെ യുഗാണ്ടയിലെ നമ്മുടെ ഫ്ലാറ്റിലെ റീപോർട്ടിങ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവരും നമുക്ക് മാക്സിമം സപ്പോർട്ട് തരണേ. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാതെ എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ തോന്നും. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് മാറ്റി മറിച്ചൊക്കെ വെക്കാം. ഇത് ഒരേ പ്ലാന്റ്സ്. നമ്മുടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ വീഡിയോ കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നന്നായിട്ട് വെയിൽ വരുന്നൊരു സ്ഥലമായതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചെടികളെ വെക്കാൻ പറ്റുള്ളൂ. കാര്യം അല്ലാത്ത ചെടികളൊക്കെ വെച്ചിട്ട് കുറെയൊക്കെ വാടിപ്പോവുകയും കരിഞ്ഞു പോവുകയൊക്കെ ചെയ്തു. ഇപ്പൊ ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് ചെയ്യേണ്ടത്, അറേഞ്ച് ചെയ്യേണ്ട ആ കോർണറാണ്. അവിടെ നമുക്ക് ഒന്ന് കുറച്ചൊക്കെ ചേഞ്ച് ചെയ്യാം. അവിടെ പനിക്കൂർക്കയൊക്കെ നിൽപ്പുണ്ട്. അപ്പം അത് വളർന്ന് കുറേ ആയി. അപ്പം അതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്യണം. അത് കൂർക്ക ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നേ. അത് ഇവിടെ കൊണ്ടുവന്ന് ഒരു ചെറിയ തണ്ട് വെച്ചാൽ തന്നെ നന്നായിട്ട് കിളിർത്ത് വന്നു. അതെ, അത് കുറച്ച് പൂവൊക്കെയായി. അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് കട്ട് ചെയ്ത് നമുക്ക് വേറെ പോട്ടിനകത്ത് വെക്കാം. അപ്പൊ ഇവിടെയുള്ള മലയാളീസ് ഒക്കെ എന്നോട് ഈ പനിക്കൂർക്ക ഇവിടെ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. അവർക്കും കൊടുക്കണം. എപ്പോഴും ഞാൻ കൊണ്ടുതരാന്ന് പറഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു. അപ്പൊ ഇനി എപ്പോഴെങ്കിലും അവരിങ്ങോട്ട് വരുമ്പോ നമുക്ക് വേറെ ചെറിയ പോട്ടിനകത്താക്കി വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴേലും ഇവിടെ വരുമ്പം കൊടുക്കാലോ എന്നോർത്തു. ഇത് നമുക്ക് തിരിച്ചവിടെ തന്നെ വെക്കാം. ഇത്രയും കട്ട് ചെയ്തെടുത്തു. നല്ലൊരു ടാസ്ക് ആണ് ഈ ചെടിയെല്ലാം ഒന്ന് സെറ്റാക്കുക, റീഅറേഞ്ച് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഇത് നമുക്ക് മാറ്റാം. ഇതുണ്ടല്ലോ, ഒരുപാടുണ്ടേ, കുറെ ചട്ടികളിലുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. മാറ്റി ചെറിയ ചെറിയ പോട്ടുകളിലാക്കണം. ഫോട്ടോസ് ഞാൻ മാറ്റിയാണ് വെച്ചിരുന്നത്. അടുത്തിരിക്കട്ടെ. ഇതൊക്കെ നന്നായിട്ട് വളർന്നു വന്നേ. പെട്ടെന്ന് വളരുന്ന ചെടിയല്ല, ഭംഗി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നമുക്ക് വേറെ എവിടെയെങ്കിലും വെക്കാതെ ഒന്ന് റീപോർട്ട് ചെയ്യേണ്ട ടൈം ആയെന്ന് തോന്നിയിട്ടുണ്ട്. ഈ പ്ലാന്റ് നമുക്ക് അവിടെ വെക്കാം. റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബാക്കിയൊക്കെ ആവത്തുള്ളൂ. ഒരു കോർണർ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നേരത്തെ ചെടികളെല്ലാം മാറ്റി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അടുത്ത കോർണർ ഇത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നേരത്തെ ഇരുന്ന ചെടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി. ഇനി നമുക്ക് ഈ താഴെ കാണുന്ന ചെടികളാണ് ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലാത്തത്. ഇത് കണ്ടോ, ഈ പീസ് ലില്ലിയൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട്. ഞാൻ ഇല്ലാഞ്ഞ സമയത്ത് ഇച്ചയും കൊണ്ട് വെച്ച ചെടികളാണ് ഇതൊക്കെ. അതെല്ലാം ഇനി ഒന്ന് റീപോർട്ട് ചെയ്യണം. അപ്പം ഇനി ബാക്കി നമുക്ക് അത് ചെയ്യാം. നമ്മുടെ ഇവിടെ മുഴുവൻ ഫുള്ള് കച്ചറയായിരുന്നേ. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് അറേഞ്ച് ചെയ്തു. ഇവിടെ ഒരു ടേബിൾ ഇട്ടിട്ട് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇവിടെ വെച്ചു. ഇത് കുറച്ച് വീക്കായ പ്ലാന്റ്സ്. അപ്പോൾ ഇതിവിടെ വെച്ചിട്ടൊന്ന്, ഇവിടെ കുറച്ച് തണലുണ്ട്, വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റായി വന്നിട്ട് ഫ്രണ്ടിൽ കൊണ്ട് വെക്കാമെന്ന് ഓർത്തു. ഇതെല്ലാം നമ്മളിനി സെറ്റ് ചെയ്ത് എടുക്കണം. ഈ പ്ലാന്റ്സ് എല്ലാം, അതിൻ്റെ എല്ലാം പോട്ടിംഗ് മിക്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് അവിടെ അറേഞ്ച് ചെയ്യാവേ. അതെ, ഇവിടെ റെഡി ആക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ഐറൺ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഐറൺ ക്ലീൻ ചെയ്യാം. ഇനി ഇവിടെ ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ഫുൾ അറേഞ്ച് ചെയ്യണം. അപ്പം നമ്മുടെ കുക്കു ഐറിനും എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ. നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. കുക്കു കുറച്ച് സമയം എന്നെ ഹെൽപ്പ് ചെയ്തോളൂ.
ഇടയ്ക്ക് കുക്കുവിന് ഒരു 1000 ഷില്ലിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഐറിൻ്റെ ഡ്യൂട്ടിക്ക് ഇടയ്ക്ക് എനിക്ക് എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐറിനും കൊടുക്കാം ഒരു 2000 ഷില്ലിങ്സ്. ഐറിന് 2000 ഷില്ലിങ്സായി. ആരും താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. വെറുതെ കേട്ടോ, എപ്പോഴും അങ്ങനെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഐറിനും കുക്കുവിനൊക്കെ നമ്മൾ ചെറിയൊരു മണി കൊടുക്കും. അതൊന്നിനെയല്ല, ഒരു സന്തോഷം. അവരത്ര എന്നെ ഹെൽപ്പ് ചെയ്യുന്നതല്ലേ. നമ്മുടെ ചെടിയെല്ലാം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ അതിൻ്റെ സ്ഥലങ്ങളൊക്കെ മാറ്റി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു വെൽവെറ്റ് റോസ് കുറച്ച് നാളിന് ശേഷം ഉണ്ടായി വന്നിട്ടുണ്ട്. പല കളേഴ്സിലുള്ള റോസ് ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് കുറച്ച് ചെടിയെല്ലാം എനിക്ക് പോയെങ്കിലും എല്ലാം റീഅറേഞ്ച് ചെയ്ത് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ ഇത് നാട്ടിൽ വന്നതിന് ശേഷമായിരിക്കും ഈ വീഡിയോ ഞാൻ ഇടുന്നത്. അടുത്ത ആഴ്ച ഞാൻ നാട്ടിലെത്തും. അപ്പോൾ അതിന് ശേഷമായിരിക്കും എൻ്റെ ഈ ചെടിയുടെ വീഡിയോ എല്ലാം നിങ്ങൾ കാണുന്നത്. അപ്പം നമ്മുടെ ഉഗാണ്ടയിലെ ഫ്ലാറ്റിലെ എൻ്റെ ചെടിയുടെ കളക്ഷനാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഉഗാണ്ടയിലാണുള്ളത്. നമ്മുടെ വീഡിയോസ് എല്ലാം ഉഗാണ്ടൻ വിശേഷങ്ങളാണുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓണത്തിന് നമുക്ക് ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ഗീവ് അവേ പങ്കെടുക്കണേ. അപ്പോൾ ഓക്കെ.